ഇക്കാരൊരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ആ ഇക്കാരൊരു ഓഡിയോ എവിടെ ഇപ്പൊ ഉള്ളത്? നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാനിപ്പോ ചാവക്കാടാണ്. ചാവക്കാടാണ് അല്ലേ? എന്ത് എന്ത് അങ്ങനെ ഒരു അവസാനിച്ചു. അത് വടപള്ളി സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കാര്യങ്ങൾ അവസാനിച്ചു. എന്താ അങ്ങനെ ഒരു സംഗതി ബോർഡ് മറ്റൊരു ഇതിന്റെ വെക്കാൻ കാരണം? അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? എനിക്ക് മൂപ്പരോട് താല്പര്യം തോന്നി. എനിക്ക് മൂപ്പര് മുഖ്യമന്ത്രി ആണെന്ന് തോന്നി. അങ്ങനെ വെച്ചതാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആരെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പിന്നെ CPM നേതാവ് അങ്ങേക്ക് മോഹം തോന്നി, അതാണോ? അല്ല, എനിക്ക് താല്പര്യം തോന്നി. അപ്പൊ അങ്ങനെ വെച്ചു, ഇത്ര ഉള്ളു. അല്ല, അപ്പൊ അത് ഈ പാർട്ടി ബേസിൽ വെച്ചിട്ടുള്ളതല്ലേ? വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് മുകളിൽ വെച്ചതാണ് അല്ലേ? അതെ 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 അതെ. അപ്പൊ ഈ പാർട്ടിയിൽ നടപടി ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ? കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനൊക്കെ ആയിട്ട് വെച്ചാല് അല്ല, അത് നടപടി ഉണ്ടാവും. അതെന്തായാലും പാർട്ടി നടപടി എടുക്കുമല്ലോ. അപ്പൊ ഇനി കോൺഗ്രസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നിന് ഇങ്ങനെ കോൺഗ്രസിൽ പോകേണ്ട ആവശ്യം പറഞ്ഞില്ലല്ലോ. അല്ല, കെ.സി. വേണുഗോപാലിനെ എല്ലാരും മുഖ്യമന്ത്രിയല്ലോ. ഒരു MLA വന്നാൽ എല്ലാരും MLA ആണ്. ഒരു മുഖ്യമന്ത്രി വന്നാൽ എല്ലാരും മുഖ്യമന്ത്രിയാണല്ലോ. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞേക്കാളും താല്പര്യം കെ.സി. വേണുഗോപാൽ വരാണ്ടായിരുന്നു. അല്ല, പിണറായിയുടെ കാരണം 35 സീറ്റിൽ എന്തായാലും പിണറായി വിജയൻ വരുമല്ലോ. ഞങ്ങൾ 10 വർഷം ഭരിച്ചല്ലോ. 10 വർഷം ഞങ്ങൾ ഭരിച്ചു. ഞങ്ങൾ തോൽവി അംഗീകരിച്ചു. 35 സീറ്റിൽ ഒതുങ്ങി. പിന്നെന്തായാലും പിണറായി വിജയൻ ആവില്ലല്ലോ. LDF പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് ഇക്കൊക്കെ ഒരു ആഗ്രഹം വന്നു, അതാണോ കാര്യം? അത്ര ഉള്ളൂ. കാരണം ഒരു 3 ആള് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ ആൾക്കാരെന്നെ 2 ബോർഡ് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ 2 ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ബോർഡാണ് ഞാൻ വെച്ചത്. പക്ഷെ ഇക്കാരൊരു ഓഡിയോ വന്നതേ കോൺഗ്രസിനകത്തൊരു ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ്. അവരായിട്ട് എന്റെ കൂട്ടുകാരാണ്. കോൺഗ്രസിന്റെ വാടാമ്പിള്ള ഏതാണ് നേതാക്കന്മാരൊക്കെ എന്റെ വളരെ അടുത്ത ആൾക്കാരാണ്. വളരെ അടുത്ത ആൾക്കാരാണ്. അല്ല, ഇക്കാരൊരു ഓഡിയോ പുറത്തു വന്നത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി വെച്ചതാണ് എന്നതാണ് പറഞ്ഞത്. അതല്ല, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു വെച്ചതാണ് അല്ലേ? അതെ അതെ. അതെന്റെ പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി ആയിട്ട് വന്നു കഴിഞ്ഞാല് ഞാനൊരു മൂപ്പരായിട്ട് സെൽഫി ഫോട്ടോ എടുക്കുകയും ചെയ്യും. മൂപ്പര് മുഖ്യമന്ത്രി ആണെന്ന് വെച്ചാൽ നേരിട്ട് പോയിട്ട് എന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് എനിക്ക് ഫോട്ടോ എടുക്കാലോ. ഇന്ത്യൻ പൗരനാണല്ലോ. തീർച്ചയായിട്ടും അത്ര ഉള്ളു കേട്ടാ. അപ്പൊ ഏതായാലും പാർട്ടിയിൽ തുടരും, പക്ഷെ CPM തുടരും, പക്ഷെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി. പിന്നെ പാർട്ടി എന്റെ CPM, ഞാൻ ചെറുപ്പം തൊട്ട് CPM-മാരാണ്. ഞാൻ മരിക്കുന്നവരെ CPM-മാരായിരിക്കും. അപ്പൊ മുപ്പത് പിന്നെ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും മുഖ്യമന്ത്രി അവർ തന്നെ ആകുമല്ലോ. അവര് മുഖ്യമന്ത്രി വന്നാലും നമ്മളെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇക്കാരെ വൈഫ് പാർട്ടി നേതാവും ഇവിടുത്തെ മറ്റേ മെമ്പറും ആണല്ലോ അല്ലെ CPM-ന്റെ? അതെ അതെ അതെ, ഞാനും പാർട്ടി മെമ്പറാണ്. CPM-ന്റെ മെമ്പർ ആയാലും കുഴപ്പമില്ല, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണം ബ്രദറെ. അതിനകത്തല്ല, എന്തായാലും മുപ്പത് മെമ്പർ ഓൾറെഡി ആയല്ലോ. അതെ 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 അതെ. അതെന്തായാലും ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ 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 അതെ. 3 മുഖ്യമന്ത്രിയായിട്ട് നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരാളെ ഇതിന്നുള്ളൂ. എനിക്ക് താല്പര്യമുണ്ട് മുമ്പിലായിട്ട്. ഞാൻ പ്രൈവറ്റ് ആയിട്ട് മുമ്പിൽ അറിയുന്നതാണ്. അല്ലാതെ കോൺഗ്രസിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വെച്ചതല്ല അല്ലേ? അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. അതല്ല, കോൺഗ്രസിന്റെ ഉള്ളിലൊരു വിഷയമല്ല. അവരായിട്ട് ഞാൻ നല്ല അടുപ്പുള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങയുടെ ഒരു ഓഡിയോ പുറത്തൊന്നും അങ്ങനെയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. അത് പ്രൈവറ്റ് ആയിട്ട് തമാശ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ആയിക്കോട്ടെ, ഓക്കെ.